ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റുന്നത്? ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികൾ, ക്രിസ്തുമത വിശ്വാസികൾ, മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മതവിശ്വാസികളും, ഇനി മതത്തിൽ വിശ്വസിക്കാത്തവർ പോലും മരണാനന്തരം ഒരു നിത്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ചെയ്യാനാണ് എന്നാണ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ ദൈവം എന്ത് വാഴയ്ക്ക ചെയ്യാനാണെന്ന്. യഥാർത്ഥത്തിൽ തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് തന്നെ സ്വർഗരാജ്യത്തെക്കുറിച്ച് വിളിച്ചു പറയാനായിട്ടാണ്. പാപത്തിൽ മുഴുകി ജീവിച്ച് ഈ മരണാനന്തരം നിത്യനരകാഗ്നിയിലേക്ക് പോകുന്ന ദൈവമക്കളെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു യേശുവിൻ്റെ ജനനം പോലും. ആ യേശു ഭൂമിയിലേക്ക് വന്നത് മരണാനന്തരമുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാൻ വന്ന ആ സ്വർഗരാജ്യം വാഴയ്ക്കയാണെന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടി പറയാനാണ്? ബൈബിൾ വായിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഇത് പറയാൻ കഴിയില്ല. ഇതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഇപ്പോൾ സെലിബ്രിറ്റി എന്ന നിലയിൽ ഇദ്ദേഹം ഇത് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു ഭാഗം ചെറുപ്പക്കാരുണ്ടാകാം, അതും ബൈബിൾ വായിക്കാത്ത ക്രിസ്ത്യാനികളാണെങ്കിലും ബൈബിൾ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയാലും ബൈബിൾ വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിഭാഗം യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള വലിയൊരു സന്ദേശമാണ് സന്തോഷ് ജോർജ് കുളങ്ങരയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. അതാണ് ബൈബിൾ ചരിത്രം. മരണം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും അവസാനിക്കുന്നില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, നിത്യജീവനുണ്ട്, സ്വർഗരാജ്യമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന യേശുവിൻ്റെ ആ സന്ദേശത്തിനെതിരെയുള്ള ഒരു പ്രഖ്യാപനമാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടേത്. ഇതുകൊണ്ട് വരുന്ന വലിയൊരു അപകടം, ഇപ്പോൾ വിൽക്കപ്പെടാത്ത ഉൽപ്പന്നങ്ങൾ പോലും സെലിബ്രിറ്റികൾക്ക് കോടികൾ കൊടുത്ത് ബ്രാൻഡ് അംബാസഡർ ആക്കുന്നത് എന്തിനാണ്? ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാനാണ്. സെലിബ്രിറ്റികളെ എപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, അവർ പറയുന്നത് കേൾക്കും. അതിൻ്റെ പേരിൽ ഒരു യുവതലമുറ തന്നെ ഈ സന്ദേശത്തിലൂടെ നശിക്കാനുള്ള വലിയൊരു സാധ്യത ഇതിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ ഭൂമിയിലെ മരണാനന്തരം ഒന്നുമില്ല എന്നൊരു വിശ്വാസം മനുഷ്യർക്കുണ്ടായാൽ എന്ത് തെറ്റ് ചെയ്യാനും, എന്ത് മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനും, എന്ത് രീതിയിൽ ജീവിക്കുവാനും മനുഷ്യൻ തയ്യാറായില്ലേ? കാരണം ഇനിയിപ്പോൾ ഇവിടെ കൊണ്ട് തീർന്ന ഒന്നുമില്ല, അതിപ്പോൾ ഇന്നലെ നാളെ തീരേണ്ടതാണ് ഈ ജീവിതമെന്ന് എല്ലാവരും അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താവും? അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ പറയാം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ മതവിശ്വാസമില്ല, അവിടെയൊന്നും ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, അവിടെയും ഈ ഒരു മതത്തിൽ വിശ്വസിക്കാത്തവരും മരണാനന്തരം ഒരു നിത്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദേശം കൊണ്ട് വരുന്ന വലിയൊരു അപകടം, പ്രത്യേകിച്ച് ഈ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ പ്രസ്താവന ദുഃഖകരമാണ്, ഖേദകരമാണ്. ഇപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസം എന്താണ്? യഥാർത്ഥത്തിൽ ബൈബിളിനകത്ത് വളരെ വ്യക്തമായി ബൈബിളിൻ്റെ അവസാനം യോഹന്നാൻ്റെ വെളിപാടിനകത്ത് സ്വർഗരാജ്യം കൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ സ്വപ്നമാണെന്ന് വേണമെങ്കിൽ പറയാം ബൈബിൾ വായിച്ചിട്ട്. പക്ഷേ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ട്, സ്വർഗം കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട്. അതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത് സ്വർഗത്തെക്കുറിച്ച്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സ്റ്റെഫാനോസിനെ വധിക്കുന്നു എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്, അത് വായിച്ചു നോക്കിയാൽ അറിയാം. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് എറിഞ്ഞ് കൊല്ലപ്പെടുന്ന സ്റ്റെഫാനോസ് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് മരിക്കുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗവാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, സ്വർഗസ്വനായ പിതാവിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് കാണുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി നമ്മുടെ ബൈബിളിലുണ്ട്. ബൈബിൾ വായിച്ചാൽ അത് മനസ്സിലാവും. അല്ലാതെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട്, ഈ സ്വർഗം നരകമൊക്കെ ഭൂമിയിലല്ലേ, അത് സുഖവും ദുഃഖവും അല്ലേ, അതൊക്കെ ഇവിടെ തന്നെയല്ലേ? അല്ല, ജീവിക്കുന്ന രക്തസാക്ഷിയായ സ്റ്റെഫാനോസ് മരിക്കുന്ന സമയത്ത്, കണ്ണടയ്ക്കുന്ന സമയത്ത് സ്വർഗം കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത്. അപ്പം നമ്മളൊക്കെ മരിക്കുമ്പോൾ, നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വർഗം കാണും, ഇല്ലെങ്കിൽ നിത്യനരകാഗ്നി കാണും. ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത്? മനുഷ്യപുത്രൻ ദൈവമഹത്വത്തിൽ തൻ്റെ എല്ലാ ദൂതന്മാരോടും കൂടെ വിധിക്കാനായി വരാനിരിക്കുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും ആ ദിവസം.
ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറുകളെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ലെന്നാണ് യേശു പറയുന്നത്. തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ദിവസം കോലാടുകളിൽ നിന്നും ചെമ്പരി ആടുകളെ തിരിക്കുന്നത് പോലെ തിരിക്കും. വലതു ഭാഗത്ത് നിൽക്കുന്നവരോട് പറയും, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ലോകസ്ഥാപനം മുതൽ കരുതി വച്ചിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തേക്ക് പ്രവേശിക്കുവിൻ. ഇടതു ഭാഗത്ത് നിൽക്കുന്നവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും കരുതി വെച്ചിരിക്കുന്ന നിത്യനരകാഗ്നിയിലേക്ക് പ്രവേശിക്കുവിൻ. അവിടെ വിലാപവും കല്ലുകടിയുമായിരിക്കും. വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് എന്ത് വേണം? എന്താണെങ്കിലും എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2 പേജെങ്കിലും നിങ്ങൾ പുതിയ നിയമം ബൈബിൾ വായിച്ച് തുടങ്ങണം. അത് മരണം വരെ നിങ്ങൾ തുടരണം. എൻ്റെയൊക്കെ പ്രായത്തിലെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ദിനചര്യയായിരുന്നു എല്ലാ ദിവസവും 2-3 പേജ് ബൈബിൾ വായിക്കുന്നത്. അത് ഇന്നും തുടരുന്നുണ്ട് ജീവിതത്തിൽ. അത് മരണം വരെ തുടരും. അതുകൊണ്ട് തന്നെയാണ് ഇത് കേട്ടപ്പോൾ വിഷമം തോന്നിയത്, അതിന് മറുപടി പറയണമെന്നും തോന്നിയത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ബൈബിൾ വായിക്കണമെന്നില്ല, പക്ഷെ വായിക്കണം. വായിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളും ഒക്കെ പറയുന്നത് കേട്ട് വഴിതെറ്റിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. മർക്കോസിൻ്റെ സുവിശേഷത്തിന് 9-ാം അധ്യായത്തിൻ്റെ അവസാനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവൻ ആരാണെങ്കിലും അവന് നല്ലത് ഒരു വലിയ തിരികല്ലിൽ കഴുത്തിൽ കെട്ടി കടലിലേക്ക് എറിയപ്പെടുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇത് ചെറിയ ജനതകൾക്കിടയിലെ ഒരുവനെ മാത്രമല്ല ദൂഷിപ്പിക്കുന്നത്. ഇത് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ പ്രസ്താവന എത്രയോ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ വാക്ക്, ഈ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാനമുള്ള ദുഷ്പ്രേരണയെക്കുറിച്ചുള്ള നിങ്ങൾ എടുത്ത് വായിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഒരു ചെറിയ വിശ്വസിക്കുന്ന ഒരു ചെറിയ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നവൻ, അവൻ വലിയൊരു തിരകല്ലെടുത്ത് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്ന ആരും വഴിതെറ്റിപ്പോവില്ല. അതുകൊണ്ട് വളരെ വേദനയോടുകൂടി ദുഃഖത്തോടു കൂടി ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ അഭിമുഖത്തെ അത് സങ്കടം തോന്നിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിച്ചത്.